മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോട്ട് ലിഫ്റ്റിംഗ് ഹെവി ഇനഫ്. ഈ ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബോഡി വെയിറ്റ് വെച്ച് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും അതൊരു പ്രോഗ്രഷൻ കൊണ്ടുവരണം. പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ലൈഫിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഒരു സെർട്ടൻ നമ്മുടെ എഫേർട്ട് നിങ്ങൾ ഇടണം. ആ എഫേർട്ട് ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എടുക്കുന്ന വെയിറ്റ് ട്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചെയ്യുന്ന റെപ്പിറ്റേഷൻസ് ട്രാക്ക് ചെയ്യുക, അതിന്റെ ഫോമും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക, അതിലൊരു മാസ്റ്ററി വരുത്തുക. ബോഡി വെയിറ്റ് വെച്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ബോഡി വെയിറ്റ് എക്സസൈസിലെ മൂവ്മെന്റ്സ് കറക്റ്റ് മാസ്റ്റർ ചെയ്യുക. ഇവൻച്വലി നിങ്ങൾ അതിലൊരു വളരെ പ്രൊഫഷണൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ക്ലീൻ മൂവ്മെന്റ് ഓരോ എക്സസൈസിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് വെയിറ്റ് എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അതാണ് ചെയ്യാൻ മാസ്റ്ററി ലെവൽ. അതിലേക്ക് എത്തുന്ന വരെ നിങ്ങൾ കറക്റ്റായി ഇത് റെപ്പിറ്റേഷൻസ് കൂട്ടിച്ചുകൊണ്ട് ചെയ്യും. റെപ്പിറ്റേഷൻ കൂടുക എന്ന് പറയുന്നത് ഒറ്റ ദിവസം എല്ലാ റെപ്പിറ്റേഷൻ അടിക്കുന്നില്ല. കൺസിസ്റ്റന്റ് ആയി ഡെയിലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന റെപ്പിറ്റേഷൻസ് ഈ ന്യൂറോ മസിൽ ഡ്രൈവ് കൂടി ബോഡിക്ക് നിങ്ങൾക്ക് ആ പറയുന്ന വെയിറ്റ് കൂട്ടുന്നതനുസരിച്ച് ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുകയും അതിന് ബൈ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ മസ്കുലർ ബോഡി. ഓക്കെ, അപ്പം കറക്റ്റായ രീതിയിൽ വെയിറ്റിനെ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഫോക്കസ് ആയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്കിന്നി ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ ഫുൾ ബോഡി ഫസ്റ്റ് ഏറ്റവും ബിഗിനർ ആൾക്കാരെ പറ്റിയാണെങ്കിൽ ഫുൾ ബോഡി വർക്കൗട്ട് 3 times a week is enough. അതിന് മേലെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 3 മാസം പോയി കഴിഞ്ഞാൽ തന്നെ പിന്നെ അടുത്തൊരു 3 മാസം നിങ്ങൾക്ക് ഈ പറഞ്ഞ ബോഡി സ്പ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാം. അപ്പം തുടക്കത്തിൽ തന്നെ പോയിട്ട് നിങ്ങൾ വെറുതെ ഒരു പ്രോഗ്രാം ഇല്ലാതെ ഒരു പ്ലാൻ ഇല്ലാതെ ചാടിക്കറി ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യാതെ കറക്റ്റായ രീതിയിൽ പ്രോഗ്രാമിന്റെ വർക്കൗട്ട് കിട്ടിയിട്ട് അത് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ കറക്റ്റായ രീതിയിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് കറക്റ്റായ രീതിയിൽ ഹെവി വെയിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാൻ കഴിയുന്നതാണ് അതിൽ. പിന്നെ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മെട്രിക്സ് വെക്കണം. അതായത് മെഷേർഡ് ആയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല ലൈഫിൽ. ഒരു കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഉണ്ട്. ഒരു ബുക്ക് തന്നെ ഉണ്ട് ഡാരൻ ഹാഡിയുടെ. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ കറക്റ്റായ രീതിയിൽ ചെയ്യുന്നത് ഇവൻച്വലി അത് കോമ്പൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പം അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു കാര്യം കറക്റ്റ് രീതിയിൽ ട്രാക്ക് ചെയ്യാന്നുള്ളതാണ്. എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഡീറ്റെയിൽഡ് ആയ ട്രാക്കിംഗ് കൂടെ നിങ്ങൾക്ക് കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടും. ആ ഫീഡ്ബാക്കിനനുസരിച്ച് നിങ്ങൾ ഓരോ പ്രോഗ്രഷനും വരുത്തുകയും ചെയ്യണം.